ഒരു സുരക്ഷിതമായ സ്വത്ത്, അത്യാവശ്യം വരുമ്പോൾ നമ്മുടെ സഹായത്തിനെത്തുന്ന സുഹൃത്ത്, വിവാഹത്തിന് വധുവിനെ അഴകിയാക്കുന്ന ആഭരണം. സ്വർണം മലയാളിക്ക് പലതുമാണ്, ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമാണ്. സ്വർണത്തിനെ കുറിച്ച് ഏതൊരു മലയാളിയും അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ, അതും അതിനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന ആളുകൾ തന്നെ പറയുമ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം, നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ട് എൻ്റെ ചോദ്യം ദിനേശിനോടാണ്. ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റും നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വില, അതിൻ്റെ വാല്യൂ, അതിൻ്റെ മൂല്യം, അതിൽ നിന്ന് കിട്ടിയ റിട്ടേൺസ്, ഇതൊക്കെ നമ്മൾ കണക്കാക്കിയിട്ടാണല്ലോ ഒരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണോ അല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. സ്വർണ്ണ വില ഇന്ന് നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ പിന്നിലുള്ളത്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഹാവ് ഇൻഫ്ലുവൻസ്ഡ് ഗോൾഡ് പ്രൈസസ് ഇൻ ഇന്ത്യ, ആൻഡ് ഹാവ് ഇൻവെസ്റ്റേഴ്സ് ഇൻ ഗോൾഡ് ഗോട്ട് ഗുഡ് റിട്ടേൺസ്? നമുക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന, പണപ്പെരുപ്പത്തെ മറികടക്കുന്ന റിട്ടേൺസ് നമുക്ക് സ്വർണത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചൊന്ന് പറയാം. താങ്ക് യു ഉത്തര. ഇൻ്റർനാഷണൽ ഗോൾഡ് പ്രൈസ് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഓൾ ടൈം, നമ്മളിപ്പോൾ ലാസ്റ്റ് 10 ഇയേഴ്സിൻ്റെ ഇവാലുവേഷൻ എടുത്തു കഴിഞ്ഞാൽ ഗോൾഡ് പ്രൈസ് ഒരു ഹൈന്ന് പോയി ലോ വന്നു, പിന്നെ എഗെയിൻ ടു ദ പീക്ക് ലെവലിലാണ് നിൽക്കുന്നത്. ലാസ്റ്റ് 10 ഇയേഴ്സിൻ്റെ ആവറേജ് നോക്കിയാൽ 2070 ഓൾമോസ്റ്റ് ഡോളർ പെർ യൂണിറ്റ് പെർ ഗ്രാം ആയിരുന്നു. അത് 1050 വരെ താഴേക്ക് പോയി, ഇപ്പോൾ ഒരു 1800 റേഞ്ചിലുണ്ട്. ഗോൾഡ് ഹാസ് ബീറ്റൻ ദ ഇൻഫ്ലേഷൻ. ആൾമോസ്റ്റ് ഒരു 10 ഇയർ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു 9 to 10% ഈൽഡ് ഗോൾഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇഫ് നമ്മളൊരു 10 വർഷത്തെ ഡോളർ ആൻഡ് INR കൺവേർഷൻ നോക്കിക്കഴിഞ്ഞാൽ INR ഡിപ്രീഷിയേറ്റ് ചെയ്തതിനനുസരിച്ച് ഇന്ത്യയിലെ ഗോൾഡിൻ്റെ റിട്ടേൺസ് ഇതിൻ്റെ ഹയർ സൈഡിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗോൾഡ് ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ ആണ് ഫോർ എ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇപ്പം റിട്ടേൺസ് വൈസ് ദിനേശ് പറയുന്നത് ഇൻ്റർനാഷണൽ ഗോൾഡ് പ്രൈസിൽ വലിയൊരു മൂവ്മെൻറ്റ് ആക്ച്വലി 10 വർഷത്തിനിടയിൽ വന്നിട്ടില്ലെങ്കിലും ബിക്കോസ് ഓഫ് ഡോളർ അപ്രീസിയേഷൻ അല്ലെങ്കിൽ റുപ്പി ഡെപ്രീസിയേഷൻ്റെ ഫാക്ടറും കൂടെ നമുക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഇൻഫ്ലേഷൻ ബീറ്റിംഗ് റിട്ടേൺസ് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. നന്ദകുമാർ സാറിനോടാണ് അടുത്ത ചോദ്യം. നമുക്ക് കേരളത്തിനെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ 2 മേജർ ഫ്ലഡ്സ്, 2 വർഷത്തെ നമുക്ക് കോവിഡ് സിറ്റുവേഷൻസ്, അതിനുശേഷം ഇപ്പോൾ 6 തവണയായി അടുപ്പിച്ച് റിസർവ് ബാങ്ക് പലിശ നിരക്ക് കൂട്ടി. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരുപാട് അനിശ്ചിതത്വത്തിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ ഒരു 5 വർഷം എന്ന് പറയുന്നത്. സ്വർണ്ണ പണയം അല്ലെങ്കിൽ ഈ ഗോൾഡ് ഫൈനാൻസിങ് എന്നുള്ളത് എങ്ങനെയാണ് ഒരു സാധാരണക്കാരനെ സഹായിച്ചത്? ഈ ഒരു 5 വർഷക്കാലം കേരളത്തിലെ മലയാളിയുടെ ഒരു ബിഹേവിയറിൽ എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? കൂടുതൽ ആളുകൾ സ്വർണം പണയം വെച്ചോ, അല്ല കൂടുതൽ ആളുകൾ ഡീഫോൾട്ടാണോ സംഭവിച്ചത്? അതിനെക്കുറിച്ച് സാറിനൊന്ന് കൂടുതൽ, നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ, സാറിനേക്കാൾ കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാൻ നമുക്ക് ഒരാളെ ഇവിടെ കിട്ടില്ല. സാറിന് അതിനെക്കുറിച്ച് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് പറയാൻ സാധിക്കും? കഴിഞ്ഞ ഒരു 30 years 3 decades എടുത്താൽ ഡോളർ ടേംസിൽ ഗോൾഡിൽ നിന്നുള്ള റിട്ടേൺ 6.2% എഗെയിൻസ്റ്റ് ആൻ ആവറേജ് US ഇൻഫ്ലേഷൻ ഓഫ് 2%. US ട്രഷറിയുടെ റിട്ടേൺ ഓവർ ദ 30 years ആവറേജ് എടുത്ത only 4%. So gold has beaten both these. ഇനി റുപ്പി ടേംസിൽ 30 years എടുത്താൽ ആവറേജ് റിട്ടേൺ is 8%. Whereas our inflation on an average was around 6.2%. It has proved that it has beaten inflation over a longer period of time also. We at Manapuram are the promoter of Manapuram Group. We have made the study for the first time in India. നമ്മളാണ്, കാരണം ഗോൾഡ് ലെൻഡിങ്ങിലേക്ക് FDA ആദ്യമായിട്ട് കൊണ്ടുവന്നതും ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റൊക്കെ കൊണ്ടുവന്നതും മണപ്പുറമാണ് ആദ്യമായിട്ട്. ഇന്ത്യയിലെ ഫസ്റ്റ് ഗോൾഡ് ലെൻഡിങ് NBFC ആണ്. അപ്പോൾ അതിൽ വി മെയ്ഡ് എ സ്റ്റഡി. അന്ന് 2007 പറഞ്ഞത് ഐമാക്സ് ഇക്ര മാനേജ്മെൻറ്റ് സർവീസസ് നടത്തിയൊരു സർവേയാണ് ആദ്യത്തെ സർവേ ഡോക്യുമെൻ്റ്. ഇന്ത്യയിൽ 18,000 tons ഗോൾഡ് ടു 25,000 ഉണ്ടെന്നാണ്. 18,000 to 25,000 tons ഗോൾഡ് 2007. ഇപ്പോൾ 16 വർഷം ആയി. ഒരു വർഷം 1000 ടണ്ണെങ്കിലാണ് ആവറേജ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ടൻ്റ്.
ഒരു എസ്റ്റിമേറ്റ് ആണ് സ്മഗിൾഡ് ഗോൾഡ് ഈസ് അറൌണ്ട് 200 to 300 tons എവറി ഇയർ. സോ വാട്ട് കുഡ് ബി ഒരു ലെവലിൽ നമ്മൾ ആലോചിച്ചാൽ ഒരു എസ്റ്റിമേറ്റ് എടുത്താൽ ഇന്ന് ഒരു 30,000 തൊട്ട് 35,000 ടൺ വരെ ഗോൾഡാണ് ഇന്ത്യയിലുള്ളത്. ഇത് ഐമാക്സിൻ്റെ സ്റ്റഡി കാണിച്ചത്, അതാണ് WGC വേൾഡ് ഗോൾഡ് കൗൺസിൽ എടുത്തിട്ടുള്ളത്. 2/3 of this gold is with rural and semi-urban families. That also is mostly with middle class and lower middle class. But what is the value of this, you know? If you estimate the value today, it is somewhere coming to $2 trillion. You know India's GDP. India's GDP is $3.7 trillion. Now GDP എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് നോക്കിയാൽ it comes to around 70%, 65 to 70% of our GDP. ഇത് ആണ് ഇന്ത്യയുടെ ഫാമിലികളിൽ ഇരിക്കുന്ന ഗോൾഡ്. ടെമ്പിൾ ഗോൾഡ് വേറെ. ടെമ്പിൾ ഗോൾഡ് ഇത് നോക്കുമ്പോൾ കുറവാണ്. നമുക്കറിയാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. അപ്പോൾ ഇതെങ്ങനെ വന്നു ഇന്ത്യ പ്രൊഡ്യൂസർ അല്ലെങ്കിലും? കാരണം ഈ റൂറൽ ഹൗസ് ഹോൾഡ്സ്, മെനി ഓഫ് അവർ ഏരിയാസ് വെർ അൺബാങ്ക്ഡ് ഓർ അണ്ടർ ബാങ്ക്ഡ്. പർട്ടിക്കുലർലി ഇൻ ദ റൂറൽ അഗ്രികൾച്ചർ ഹൗസ് ഹോൾഡ് അവരൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു ഹിസ്റ്റോറിക്കലി. എങ്ങനെയാണ് കുറച്ച് സർപ്ലസ് കൃഷിയിൽ നിന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നേരെ പോയിട്ട് അടുത്ത ജ്വല്ലറിയിൽ അക്രോസ് ഇന്ത്യ ഇത് വീട്ടിൽ വെച്ചിട്ട് പലപ്പോഴും ചെറിയ ബിസിനസ്സുകാർ പോയിട്ട് മണി ലെൻഡേഴ്സിൻ്റെ അടുത്ത് ബോറോ ചെയ്യും. 90 രൂപ രാവിലെ, ചെറിയ ബിസിനസ്സുകാർ 90 രൂപ രാവിലെ വാങ്ങിച്ചാൽ വൈകുന്നേരം 100 രൂപ കൊടുക്കണം. ഇഫ് യു കാൽക്കുലേറ്റ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇറ്റ് ക്രോസസ് 2000%. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ സ്വർണം വീട്ടിൽ വെച്ചിട്ട് എന്തിനും നാട്ടിൽ തരുന്നത്. എന്തുകൊണ്ട് ഈ ഗോൾഡ് നമ്മൾ മോണിറ്റൈസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല? ഗവൺമെൻറ് പല ഡെപ്പോസിറ്റ് സ്കീംസ് കൊണ്ടുവന്നു RBI ഗവൺമെൻറ് അത് സക്സസ്ഫുൾ ആയില്ല. കാരണം എന്താ വെച്ചാൽ വരുമ്പോൾ അതിനെ മെൽറ്റ് ചെയ്യും, അങ്ങനെ ആ പെൻഡൻ്റ് ആക്കും, അങ്ങനെയാണ് തിരിച്ചു തരുന്നത്. ഇന്ത്യൻ സൈക്കി എന്ന് പറയുന്നത് ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല, സ്വർണം ലക്ഷ്മിയാണ്. പണയം വയ്ക്കുന്ന പോലും മോശമാണെന്നാണ്. എങ്ങനെയാണ് ഒരു ലക്ഷ്മിയെ കൊണ്ട് പണയം വയ്ക്കുക? അത് മാറ്റിയെടുക്കാനായിട്ടാണ് നമുക്കൊരു വലിയ ക്യാമ്പയിൻ വേണ്ടി വന്നു. ഇന്നിപ്പോൾ ഒരു rather than a distressed product, it has become a lifestyle product. Now, coming to this pandemic situation, ബാങ്കുകളൊക്കെ, all the banks, all lending institutions have turned risk averse. റിസ്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഗോൾഡ് ലെൻഡിങ് തുടങ്ങി. Public sector banks from SBI, even large private sector banks like HDFC Bank or ICICI Bank, or even the NBFCs. We are coming under the NBFCs. Even large NBFCs like Bajaj Capital or etc. all have started gold lending. Why? It is they have turned risk averse, and this was a very comfortable area, and many innovative schemes like online gold loan which we have started, collecting at doorsteps etc. ഇതൊക്കെ വലിയ ഒരു ഹെൽപ്പായിട്ട് മാറി ഈ പാൻഡമിക്കിൽ. ഇത് മാത്രമല്ല, ഇത് ഫസ്റ്റ് ടു ക്രെഡിറ്റിന് ഇത് അവരുടെ ബ്യൂറോ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനും വളരെ ആവശ്യമാണ്. സോ ദിസ് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ, and the monetizing the idle gold is very much needed for the economy. All other schemes have really failed, like gold deposit. Only temple gold was deposited. But this is very, very essential, and gold plays a very important role in many aspects. ചില അസറ്റ്സിന് നമുക്ക് അസറ്റിൻ്റെ മേലെയാണ് നമുക്ക് GST ചാർജ് വരുന്നത്. ചില കേസസിൽ അതിൻ്റെ പ്രോസസ്സിംഗ് ഫീസോ അല്ലെങ്കിൽ മേക്കിംഗ് ചാർജിൻ്റെ മേലെയാണ് നമുക്ക് GST വരുന്നത്. അപ്പം ഒരു സാധാരണ ഒരു ഗോൾഡ് ഇൻവെസ്റ്റർ എന്നുള്ള നിലയ്ക്ക് സാർ അതിനെക്കുറിച്ച് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരണം. അതായത് ഗോൾഡ് ഞാനൊരു ഓർണമെൻറ്റ് വാങ്ങുന്ന സമയത്ത്, ഒരു ആഭരണം വാങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് ആ GSTയുടെ കാൽക്കുലേഷൻ ആക്ച്വലി വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നായിരുന്നു. ഈ ഗോൾഡ് ഓർണമെൻറ്റ്സിൻ്റെ സപ്ലൈ നടക്കുമ്പോൾ അവിടെ 3% GST ചാർജ് ചെയ്യും. അതുപോലെ മേക്കിംഗ് ചാർജിൻ്റെ മുകളിലുള്ള GST എന്ന് പറയുന്നത്, മേക്കിംഗ് എന്ന് പറയുന്ന ഒരു സർവീസ് സപ്ലൈ ആണല്ലോ, സപ്ലൈ ഓഫ് സർവീസ്, അതിൽ 5% ആണ്. പക്ഷേ
നമ്മളൊരു ജുവലറിയിൽ നിന്ന് റീറ്റെയിലായിട്ട് ഗോൾഡ് ഓർണമെൻറ്റ്സ് വാങ്ങുമ്പോൾ അതിലെന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മേക്കിംഗ് ചാർജും അതുപോലെ ഓർണമെൻറ്റിൻ്റെ പ്രൈസും കൂടെ ചേർത്ത് അതൊരു കോമ്പസിറ്റ് സപ്ലൈ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കോമ്പസിറ്റ് സപ്ലൈ ആകുമ്പോൾ അതിൽ പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറയുന്നത് ഈ ഓർണമെൻറ്റിൻ്റെ സപ്ലൈ ആയതുകൊണ്ട് മേക്കിംഗ് ചാർജിൻ്റെ റേറ്റ് അല്ല 3% GST എന്നുള്ള നിലയിലാണ് നമ്മൾ അതിൻ്റെ GST ഈടാക്കുന്നത്, കസ്റ്റമേഴ്സിൽ നിന്നും GST ഈടാക്കുന്നത്. അതേസമയം ഈ റീറ്റെയിലേഴ്സ് ഇപ്പോൾ പ്രത്യേകമായിട്ട് ജോബ് വർക്കായിട്ട് ഒരു യൂണിറ്റിനെയോ മറ്റോ ഏൽപ്പിച്ചിട്ട് മേക്കിംഗ് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ 5% ചാർജ് ചെയ്യും, മേക്കിംഗ് മാത്രമായിട്ട്. പക്ഷേ ഇതൊരു ഇൻവോയ്സിൽ ഈ മേക്കിംഗ് ചാർജ് സെപ്പറേറ്റ് കാണിക്കുകയോ അല്ലെങ്കിൽ അതിൽ സെപ്പറേറ്റ് അല്ലാതെ ആയാലും നമ്മൾ ഒരു വില എന്ന് കണക്കാക്കുന്നത് ആ ഓർണമെൻറ്റ്സിൻ്റെ പ്രൈസ് എത്രയാണോ പ്ലസ് മേക്കിംഗ് ചാർജൂടെ ചേർത്തുള്ള എമൗണ്ടിന് 3% ടാക്സ് GST വരും. അത് സെൻട്രൽ GST, സ്റ്റേറ്റ് GST എന്ന് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യും. 1.5%, 1.5%. My next question is to Mr. Ismail. So, sir, as a common investor into gold, what we understand is we can know whether the ornament is of good quality or not by BIS hallmarking, and that's what BIS is all about, right? I request you to explain what exactly is BIS hallmarking, so that people like me who are the retail people will understand exactly what goes behind it, and how, as a small investor, how can I make sure that what I'm buying is of good quality or not? Thank you. Good evening to you all. I talk about BIS hallmarking scheme. We are into developing the standards for rare products and services and conformity assessment of various products. You might have known that ISI mark product. We started with that. Over the period we have evolved and seeing that, potential in the gold purity, the value of transactions is very high. There, the consumer at the receiving end, as he told, we feel that a great, GDP, all those things, we are finding not at the top, not the low, somewhere the medium where we play around. But in the gold part, we are the second largest in the world, the gold reserves concerned. There are two parts in that. One is well accounted, it's all transacted through the GST, the finance groups, everything. But another part is a huge hidden reserve, which is, as he said, as Varna Lakshmi. Historically we have gold as a medium of exchange. Historically it was there. It has a great worth and doesn't deteriorate. So with that, all this is become precious metal. Even today, all the countries are having a gold as a reserve for their exchange. It is going to be so. In this, on seeing the potential, it was a debate in many ways how the transaction in India can be controlled. Because the gold has a value only with the one statement, fineness, how pure it is, what carat it is. If I know the carat is fineness, accordingly I can transact. If I give a 1 kilogram to that finance institution and ask for a loan, first thing they look at it is not the weight of the entire. How much is the gold in that? That plays a role, not the entire amount is a role. So, Bureau of Indian Standards come with the hallmarking scheme. Initially, just after 2000, we started this scheme as a voluntary one. That any jeweler, he can take a license by registering with the BIS for selling his gold at a declared caratage. That means if I sell 24 carat, it should be 24 carat. If I have 22, 22, and in India we have very wide variation in the finest part according to the usage. But the popular thing is goes around 20, 22, 23, 24. That alone. We did a survey at the time. So about 2001 or so, the results were highly stunning. We ourselves bought. We went to the jewelry shops of various profiles, not the small one, a big one. We went there as a sample all over India. In the main cities we did it. We bought 22 carat ornaments. That's all. This is only our record, but nothing else. When we assayed it, it was varying from as low as 8 carat. 8 carat, can you imagine? It's not 1 or 2, 8. And we did get
22.1, 22.2 also. Yeah, that's the thing. But somewhere, this is a esteems. But this declared 22 was falling somewhere around 20 carat only. Particularly the 18 to 20. There only it was lying. So all over India, we selected many cities and we did it, including in Thiruvananthapuram also we did it here. Our office was here. Then we found, yes, Government of India decided one thing, we'll go for hallmarking scheme as a voluntary one. They can take a registration, licensing, everything. Voluntarily I can sell it. Over the period, it has improved a lot. Then, yes, when the voluntary itself, we got many licenses we have granted. When not one or two, in thousands we have granted. That means they had a commitment, the seller. We pointed to the retailer only, not to the maker or a stock is nothing. Only the retailer who has a direct relation to the consumer, buyer. There it has increased a lot. From that profile, we have shifted to 20 plus. The 22, the popular 22 carat, we shifted to 20 and above. That's a great significant achievement in this. It's a sustained effort, not only from BIS, with the groups also, our finance groups, I must emphasize, for the reason, one side is the jewelry selling, it is assessed by the finance group for financing. They don't go by the whole weight, they go by only the gold content. There, we got a feedback from the finance institution also, yes, nowadays, we get a shifted, not 22 only, that variation we must allow, 20 plus is shifted to that, the majority of the thing. Then recently, Government of India decided that we will make it as a mandatory. Now, it is mandatory because, Sir has explained, what the gold, what outside we are seeing is only the corporate, all those things, that's only small portion. The huge portions dealt with the middle and lower only. There, even a small reduction, should I use the word cheating? Not that front, but I use the word reduction. In selling the thing has a huge impact on the money what the buyer pays. In that it was brought into that. Now it has evolved into online also. In the sense, earlier hallmarking contained that BS logo, the fineness, the assigned centers mark, year of manufacture, then the sellers, all these marks. We too align to the technology. Now all this networking, everything is available. We have come to the online now. Now in our hallmarking, we have a BS logo, then the fineness, say 22 carat, which is equivalent to 91.6, that is 916. That is a millesimal portion of the gold. Then we place one hallmarking unique ID. The way we call it a HUID. It's a mark, it's a 6-digit alphanumerical code. Yeah, this code gives all the information. Only this code. Because we find that a buyer, particularly the rural and semi-urban area, what was marked as a BS partner, they simply accept it. Yeah, it's okay, it's marked. But our survey did, there were misuses. And we have caught them, we have complained, have taken them and tasked in the legal court of laws for the procedure, legal procedures happened. Now, which is this HUID, we have developed a mobile app. It can work in Android as well as in iOS also. BIS Care, BIS, Bureau of Indian Standards, BIS Care, CARE. Okay, with that one app is available. The same name in iOS also and Android. In there, there's a hallmarking button is there. Just click it, feed that HUID, what you find there, feed it. It gives who manufactured it, who sold it, who manufactured it or sold it, then who assayed it, who did the testing of that lot to place a marking there. Then when it was made and sold, and caratage and what is the article. For say a bangle, yeah, top, a chain, necklace, whatever, there's a name comes there. So popular names only, there's no technical names. What's the name we use as a bangle, ring, this necklace, such a word comes. Then what is the fineness? That's the most important. What caratage? It has been assigned and marked. There could be a difference between the marked and what you see on the screen also, but whatever comes on the screen is the correct one. So, whoever is concerned with the trade, as a buyer or a seller, manufacturers and our finance groups, they can also verify
matter of fact 2-3 seconds it will give the result. In that way we put the confidence on the consumers, and we have seen a very good response to this. Yeah, people are standing in the store, putting the HUID and feeling that, yeah, yes, tally. And our experience says, we do a market survey. Here comes the confidence. Market survey, we do it. Every month, our Kerala office alone, we are situated in Ernakulam, we alone draw more than 100 samples from the market. The various profile of a jeweler's shop, not from anywhere else. Go to the shop, take a jewelry in a random way. We take it, we assay it in our laboratory, in BA's referral laboratory. There we get a result. Then we compare what is the conformity is there or not. Declared one and what the assay result, we got it. There we compare. Our overall experience says that declared to what is available there, that failure has come down much less than 5%. Okay, sir. And the margin also very low margin it fails. Okay. There's not like a huge reduction. Earlier I used the word cheating. That portions we are not seeing. That's a highly encouraging one. It gives the buyer to verify on the spot and make it. If you find, no, it's not so, just below that another button is there, complaint. Just take a photograph and put it there, then we are into action there. Yes. That level we instill the confidence in the buyer's mind. ഓക്കെ വെരി ഗുഡ്. സോ എല്ലാവരും ഓർമ്മ വയ്ക്കുക, BIS കെയർ എന്ന് പറയുന്ന ആപ്പ് തുറക്കുക. നമ്മൾ ഓർണമെൻറ്റ് വാങ്ങുമ്പോൾ അതിൽ HUID അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിലുണ്ടാവും. അതെങ്ങാനും അത് തൂക്കി നോക്കിയില്ലെങ്കിൽ അപ്പം തന്നെ കംപ്ലൈൻറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. Very much on the spot. Yes, yes, the sir. button is placed just the same app. Yeah. Thank you, sir. Thank you for that information. That's a lot of information for us. നന്ദകുമാർ സാറിനോടാണ് അടുത്ത ചോദ്യം. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എനിക്ക് എപ്പോഴും മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം, അത് ശരിയാണോ എന്ന് സാറിനോട് ഞാൻ ചോദിക്കുകയാണ്. സ്വർണം ഒരു നിക്ഷേപമായി ഒരു കുടുംബത്തിലുള്ള സമയത്ത് അത് ഒരു സ്ത്രീക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു പവറാണ്, ഒരു ഫൈനാൻഷ്യൽ എംപവർമെൻറ്റ് ടു വിമൻ. ഒരു കഷ്ടകാലത്ത് അത് അവരുടെ കയ്യിലുള്ള ഒരു ആഭരണം കൊണ്ടുപോയി അവർക്ക് പണയം വെച്ച് സ്ത്രീയുടെ കയ്യിൽ പണം വരാൻ സാധിക്കുന്ന ഒരു പവറാണ് സ്വർണം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് സാറിൻ്റെ കമൻസ് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. We do the business across India through 4,000 branches എല്ലായിടത്തും. അപ്പോൾ ഇതിൽ we made a study, കാരണം ഇത് പ്രൈമറിലി ഫോർ സബ്മിഷൻ ടു റിസർവ് ബാങ്കാണ്. കാരണം പ്രയോറിറ്റി സെക്ടറിൻ്റെ ബെനിഫിറ്റുകളൊക്കെ റിസർവ് ബാങ്കിനെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ സർവേയിൽ കാണുന്നത് ഇതിൽ ഒരുപാട് പേര് സ്ത്രീകൾ ഇതിൽ മൈക്രോ എൻ്റർപ്രനേഴ്സ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചോദ്യങ്ങൾ വരാം, മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതല്ലേ ചെയ്യുന്നത് വിത്തൗട്ട് സെക്യൂരിറ്റി? യെസ്. പക്ഷേ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ലോൺ എടുത്ത ആളുകൾക്ക് പലപ്പോഴും അവരുടെ ലോണുകൾക്ക് ലിമിറ്റുണ്ട്. കാരണം അൺസെക്യൂർഡ് ലോണാണ്, ഒരു ലിമിറ്റുണ്ട്, അത് വിട്ടിട്ട് കൊടുക്കില്ല. ഇപ്പം റിസർവ് ബാങ്കിൻ്റെ പുതിയ മൈക്രോ ഫിനാൻസ് റെഗുലേഷൻ അതിലൊക്കെ ആ ഡെറ്റൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് കുറേ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ മൈക്രോ ഫിനാൻസിൽ നിന്ന് ഇവോൾവ് ചെയ്ത് സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ പലപ്പോഴും എമർജൻസി അവർ ബാങ്കബിൾ ആയിട്ടുണ്ടാവില്ല മുഴുവൻ. അപ്പോൾ അവർക്ക് നെക്സ്റ്റ് സ്റ്റേജാണ് അവരെ വിമൻ ഓൺടർപ്രനേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട്. അങ്ങനെ വി ഹാവ് so many instances, many have turned out to be good entrepreneurs using this to get their working capital need, particularly on an emergency basis. So this is another thing. ഈ ലോൺ എടുക്കുമ്പോൾ പലപ്പോഴും ക്യാപിറ്റൽ വേസ്റ്റ് ആവുന്നുണ്ട് ത്രൂ NPA. ആ സമയത്ത് ഗോൾഡിൻ്റെ എന്ന് പറഞ്ഞാൽ ഗോൾഡ് വെച്ച് കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കണം എന്ന് എല്ലാവർക്കും നിർബന്ധമുണ്ട്. ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റ എടുത്താൽ, ഞങ്ങളുടെ തന്നെ ഡാറ്റ എടുത്താൽ, അല്ലെങ്കിൽ NBOCകളുടെ ഒക്കെ ഡാറ്റ എടുത്താൽ തന്നെ ബാങ്കുകളുടെ ഡാറ്റ വേറെയുണ്ട്. ഇതിൽ ഡിസ്പേഴ്സലിൻ്റെ ആകെ വരുന്ന NPA 0.5%, മറ്റൊരു ലോണിലും ഇല്ല. ഹിസ്റ്റോറിക്കലാണ്, ഡിമോൺ ആയാലും ശരി, അതായാലും ശരി. അപ്പോൾ ഇത് ക്യാപിറ്റൽ ഫോർമേഷന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് to your question, the women empowerment in this plays a very, very important role, primarily because
women are at the household are the real owners of this jewelry. ഇപ്പോൾ ഒരു പെട്ടെന്നൊരു ആവശ്യം വന്നു, ഞാൻ ബാങ്കിലുള്ള ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്തു, തിരിച്ചാ ഡെപ്പോസിറ്റ് വെക്കണം എന്ന് എൻ്റെ മനസ്സിൽ ചിലപ്പോൾ അത്ര നിർബന്ധം ഉണ്ടാവില്ല. വേറെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ജ്വല്ലറിയാണ് ഞാൻ പണയം വെക്കുന്നതെങ്കിൽ എങ്കിലെങ്കിലും അത് തിരിച്ചടച്ച ആ ജ്വല്ലറി തിരിച്ചെടുക്കണം എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ അതിൻ്റെ പിന്നിൽ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതുകൊണ്ട് തന്നെ ആ കടം വീട്ടണം എന്നുള്ള ഒരു ഇത് അവർക്ക് ഉണ്ടാവുന്നു. വളരെ ഒരു വാലിഡ് ഒരു ഫാക്ടറാണ് ഇതൊക്കെ. ഇറ്റ് ഗോസ് ബിയോണ്ട് നമ്പേഴ്സ്. ദീസ് ആർ ഇൻടാഞ്ചിബിൾ നമ്പേഴ്സ്. യെസ് ദിനേഷ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ടു യു. ഇതൊരു ഡിജിറ്റൽ യുഗമാണല്ലോ അല്ലേ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ പലതരത്തിലുള്ള അസറ്റ്സും നമ്മൾ ഡിജിറ്റൽ ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ദർ ആർ ലോട്ട് ഓഫ് ഡിജിറ്റൽ ഗോൾഡ് ഓപ്ഷൻസ് ടുഡേ. സോ I want to ask you two things. Now, what are the digital gold options available today? And do you feel, being a wealth manager in a large organization, പോസ്റ്റ് പാൻഡമിക് ഈ ഡിജിറ്റൽ ഗോൾഡ് ഓപ്ഷൻസിനോട് കൂടുതൽ ആളുകൾ അതിനൊരു ആക്സെപ്റ്റൻസ് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? യെസ്, എക്സാക്ട്ലി. ഇപ്പോൾ പണ്ടത്തെ നോക്കി ഫിസിക്കൽ ഗോൾഡിനേക്കാളും കൂടുതലായിട്ട് ഇപ്പോൾ ഇലക്ട്രോണിക് ഡിജിറ്റൽ ഗോൾഡ്സ് ഇപ്പോൾ നമുക്ക് 3 ഓപ്ഷൻസ് ആണ്. ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, ETFs ഉണ്ട്, ഇപ്പോൾ ന്യൂലി ഓപ്പൺ ആയിട്ട് സോവറിൻ ഗോൾഡ് ബോണ്ട്സ് ഉണ്ട്. ഇപ്പോൾ HNIസിൻ്റെ ഇതാണെങ്കിലും ഇപ്പോൾ റീറ്റെയിലേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ഈ ഓപ്ഷൻസിലേക്ക് കുറേ അട്രാക്റ്റീവായിട്ട് വരുന്നുണ്ട്. ബിക്കോസ് ലിക്വിഡിറ്റി ഫാക്ടർ അതിനകത്ത് കറക്റ്റായിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇനി റീറ്റെയിലേഴ്സിന് ആർക്ക് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. മിനിമം 500 rupees മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് മാത്രം അതിനകത്ത് എടുത്താൽ മതി. അപ്പോൾ ആർക്ക് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ലിക്വിഡിറ്റി ഉണ്ട്, ട്രേഡബിൾ ആണ് മാർക്കറ്റിൽ. ഓൾമോസ്റ്റ് 10 അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസിൻ്റെ ഫണ്ട്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഇഫ് യു ആർ ടേക്കിംഗ് ടു ETFs, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സും ഒരു പെർ ഗ്രാം ഇൻ്റർനാഷണൽ ഗ്രാമിൻ്റെ ബേസിലാണ് വരുന്നത് എൻ്റെ ട്രേഡ്സ്. ആൻഡ് കോസ്റ്റ് എഫക്റ്റീവാണ്. ബിക്കോസ് ഫിസിക്കൽ ഗോൾഡ് എടുക്കുമ്പോൾ നമുക്ക് പല ചാർജസ് വരാം. ആൻഡ് ETFസിലെ ചാർജസ് വരുന്നില്ല. ടാക്സേഷൻ വളരെ എഫക്റ്റീവാണ്. ലിക്വിഡിറ്റി ഇപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാവുന്ന രീതിയിൽ. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ഇറ്റ്സ് സെക്കൻഡറി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആൻഡ് സോവറിൻ ഗോൾഡ് ഫണ്ട്സ് ഗവൺമെൻറ് പീരിയോഡിക്കലായിട്ട് SGBs ഇറക്കുന്നുണ്ട്. അതിൽ ബെറ്റർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് റേറ്റ്സിൻ്റെ ഗോൾഡിൻ്റെ ആക്ച്വൽ 1 gram ഗോൾഡിൻ്റെ തന്നെ റേറ്റ്സ് തന്നെ നമുക്കത് മേടിക്കാം. അതിൻ്റെ ഗോൾഡ് പ്രൈസ് ഫിക്സിങ്സിൻ്റെ എന്ന് ഇഷ്യൂ ചെയ്യുന്നോ അതിൻ്റെ ലാസ്റ്റ് വീക്കിലെ 3 working daysൻ്റെ ആവറേജ് പ്രൈസ് ആയിട്ട് ഗോൾഡ് എടുക്കുന്നുണ്ട്. ആൻഡ് ഡിജിറ്റൽ മോഡിൽ എടുക്കുമ്പോൾ 50 rupeesൻ്റെ ഒരു ഡിസ്കൗണ്ടും അതിനകത്ത് കിട്ടുന്നുണ്ട്. പ്ലസ് ഇതിനൊരു ഇൻട്രസ്റ്റും കിട്ടുന്നുണ്ട്. 2.5% പെർ ആനം സെമി ആനുവലി ആയിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട്. ആൻഡ് വെനെവർ ഇറ്റ്സ് SGB എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിനിമം 8 years ആൻഡ് ആൻ ഇഷ്യൂ ടൈം. പക്ഷേ 5 yearsന് ശേഷം നമുക്ക് വേണമെങ്കിൽ RBI ബൈബാക്ക് ചെയ്യും. ആൻഡ് അതിൽ ക്യാപിറ്റൽ ഗെയിൻസും ഇല്ല. അപ്പോൾ കസ്റ്റമേഴ്സ് ഇപ്പോൾ ആ ഒരു ഇതിലേക്കും ഫിസിക്കൽ ഗോൾഡിൽ നിന്ന് ഇതിലേക്കും കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ന്യൂ ട്രെൻഡ്സ്, ന്യൂ ജനറേഷൻ ആൾക്കാർ ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് എ ഫിസിക്കൽ ഗോൾഡ്, ഇപ്പോൾ ഫിസിക്കൽ ഗോൾഡ് മേടിച്ച് കഴിഞ്ഞാൽ ദർ ഈസ് അനദർ കോസ്റ്റ് നമുക്ക് വരും. ലോക്കർ ചാർജസ്, തെഫ്റ്റ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനാകുമ്പോൾ അതൊന്നുമില്ല. ദർ ഈസ് ഹ്യൂജ് അട്രാക്ഷൻ ഇപ്പോൾ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ദാറ്റ്സ് എ ട്രെൻഡ് വിച്ച് ഐ കുഡ് ഏബിൾ ടു സേ ദിസ്. യെസ്, അപ്പോൾ അതൊരു കൂടെ ഒരു ഓപ്ഷനാണ്. ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിജിറ്റൽ എന്നുള്ളൊരു ഓപ്ഷനും കൂടെ ഇപ്പോൾ ഇന്ന് നമുക്കുണ്ട്. സ്വർണം വാങ്ങുകയും ചെയ്യാം, വരുമാനവും കിട്ടും. തരുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. അപ്പം ആ ഒരു ഓപ്ഷൻ ഇന്ന് നിലവിലുണ്ട് എന്നുള്ളത് ഒരു പുതിയൊരു ഈയിടെയായിട്ട് വന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ്. കിരൺലാൽ സർ, നമ്മൾ GST ആണ് സാറിൻ്റെ മേഖല എന്നറിയാം. എങ്കിലും അറിയാനുള്ളൊരു താല്പര്യം കൊണ്ട് ചോദിക്കുകയാണ്. സ്വർണം ഇമ്പോർട്ട് കുറയ്ക്കണം എന്നാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ താല്പര്യം. നമ്മളുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിനെ അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റംസ് ഡ്യൂട്ടി കൂട്ടി കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇതിന് ഒരു മറുവശമില്ലേ? അതിന് ഗോൾഡ് സ്മഗ്ലിംഗ് അതുകൊണ്ട് കൂടുന്നുണ്ടോ? എന്നും പേപ്പർ തുറന്നാൽ നമ്മൾ ഈ ന്യൂസ് കാണുന്നുണ്ട്. അപ്പോൾ അത് ആക്ച്വലി കസ്റ്റംസ് ഡ്യൂട്ടി കൂട്ടിയത് കൊണ്ട് നമുക്ക് ഗുണമാണോ ദോഷമാണോ സംഭവിക്കുന്നത്? അത് ഒരു പാരലൽ എക്കോണമിയിൽ ഗോൾഡ്, ഫിസിക്കൽ ഗോൾഡിന് ഒരു 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 എന്തായാലും അതിനൊരു പ്ലേസ് ഉണ്ട്, ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം GST വന്നതുകൊണ്ട്, ഇപ്പോൾ വാറ്റ് നിന്ന് GSTയിലേക്ക് മാറിയത് കൊണ്ട് ആ പാരലൽ എക്കോണമിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായോ? ഈ 2 കാര്യങ്ങളൊന്ന് സാർ ഒന്ന് പറഞ്ഞു തരക്കുള്ളൂ. മാഡം ഇവിടെ ചോദിച്ച പോലെ ഇപ്പോൾ പാരലൽ എക്കോണമി അല്ലെങ്കിൽ ഗോൾഡ് സ്മഗ്ലിംഗ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ടാക്സേഷൻ ആയിട്ട് നേരിട്ട് റിലേറ്റഡ് അല്ല എന്നതാണ് വാസ്തവം. അത് അക്കൗണ്ടബിലിറ്റിയുടെ ഒരു വിഷയമാണ്. ഇപ്പോൾ റേറ്റ് വളരെ താണാൽ പോലും
അക്കൗണ്ടബിലിറ്റി, അതായത് ഈ സോഴ്സ് കാണിക്കേണ്ടി വരിക, അങ്ങനെയുള്ള സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ആ ഒരു പാറ്റേൺ ഓഫ് ആക്ടിവിറ്റീസ് നടക്കും. പക്ഷേ ഈ എപ്പോഴും റേറ്റിൻ്റെ സംബന്ധിച്ച് ഇപ്പോൾ ട്രേഡ് ഡെഫിസിറ്റ് പോലുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഗോൾഡ് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കല്ല. എപ്പോഴും കറൻസിയുടെ സ്റ്റെബിലിറ്റി, ട്രേഡ് ഡെഫിസിറ്റ്, ഇത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഇമ്പോർട്ട് ഡ്യൂട്ടിയിൽ റേറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം 2021 അന്ന് റെക്കോർഡ് 10 ആയിട്ട് ഗോൾഡ് ഇമ്പോർട്ട് ഉണ്ടായിരുന്നു. ട്രേഡ് ഡെഫിസിറ്റ് അന്ന് 1.2% ഓഫ് ദി GDP ആ സാമ്പത്തിക വർഷം വരികയും ചെയ്തു. യഥാർത്ഥത്തിൽ പിന്നെ ഈ ഡോളറുമായിട്ട് വന്നിട്ടുള്ള ഡിപ്രീസിയേഷൻ 6% ഡിപ്രീസിയേഷൻ, ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് അന്ന് 12.5% 2022 ജൂലൈ തൊട്ട് എഫക്റ്റീവ് ആയത്. ആ 12.5% പ്ലസ് നമ്മുടെ അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സെസ് 2.5%, ഇതെല്ലാം കൂടെ ആയിട്ട് 15% ഇമ്പോർട്ട് ഡ്യൂട്ടി പ്ലസ് GSTയും കൂടെ വരും 3%, 18% വരും. ഇതെന്ന് പറയുന്നത് കൊമേഴ്സ്യൽ ഇമ്പോർട്ടിന് ഉള്ള ഇമ്പോർട്ട് ഡ്യൂട്ടിയാണ്. ഇതല്ലാതെ ബാഗേജ് ഇമ്പോർട്ടുണ്ട്. ബാഗേജ് ഇമ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വിദേശത്ത് പോയിട്ട് വാങ്ങിക്കൊണ്ട് വരുന്ന ഒരിതാണെങ്കിൽ, അതായത് ഒരു 6 മാസത്തിൽ താഴെ താമസിക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ 38.5% റേറ്റ് വരും. അപ്പോൾ ഇത്തരത്തിലുള്ള റേറ്റിനൊരു അതർ സൈഡുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഗോൾഡ് ഓർണമെൻറ്റ്സ് ഇവിടെ നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അവൈലബിൾ ആണെങ്കിൽ മാക്സിമം ആൾക്കാർ ഇവിടെ നിന്ന് തന്നെ ലോക്കൽ പർച്ചേസിലേക്ക് ഓപ്റ്റ് ചെയ്യും. വിദേശത്തു നിന്ന് ഓർണമെൻറ്റ്സ് കൊണ്ടുവരുന്ന ഒരിത് മാറിയിട്ട് ലോക്കൽ ട്രേഡേഴ്സിന് അത്രയും ബിസിനസ് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചില പോസിറ്റീവ് ഇതുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത് പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സുമായിട്ട് ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ജസ്റ്റ് ഒരു സെക്ടർ ട്രേഡുമായിട്ട് മാത്രം അതൊന്ന് കണക്ട് ചെയ്ത് പറ്റില്ല. GST വന്നതിന് ശേഷം കൂടുതൽ കംപ്ലയൻസ് വന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ ഇതിലേക്ക് ഒരു ഇൻക്ലൂഷൻ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. GST കംപ്ലയൻസ് ശരിക്കും നമ്മുടെ ഗോൾഡ് റീറ്റെയിലിംഗ് രംഗത്തുള്ളവർ മാത്രമല്ല, കസ്റ്റമേഴ്സ് കൂടിയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും ഇൻവോയ്സസ് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യണം. കാര്യം ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ ഗോൾഡ് ഒരു അസറ്റാണ്, അതൊരു എംപവർമെൻറ്റിനുള്ള ഒരു സോഴ്സാണെന്ന് പറയുമ്പോൾ തന്നെ ഗോൾഡ് ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ ഗോൾഡ് അതിൻ്റെ കോയിൻസൊക്കെ ആണെങ്കിലും അത് നമ്മുടെ പൊസഷനാണ്. ഈ പൊസഷൻ നമ്മുടെ ഓണർഷിപ്പ് തെളിയിക്കുന്ന, ഈ പൊസഷനോടൊപ്പം ഓണർഷിപ്പ് തെളിയിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇൻവോയ്സസ്. അപ്പോൾ ഇൻവോയ്സസ് ഇല്ലാത്തതോ അല്ലെങ്കിൽ കറക്റ്റ് അല്ലാത്തതോ ആയ ഇൻവോയ്സസ് ആണ് കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ഓണർഷിപ്പ് സംബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അന്നേരം അതെല്ലാം ഒരു പ്രശ്നമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കസ്റ്റമേഴ്സ് ഇൻവോയ്സസ് ഇൻസിസ്റ്റ് ചെയ്യുക, റീറ്റെയിലേഴ്സ് അത് കറക്റ്റായിട്ട് ഇൻവോയ്സസ് നൽകുവാനും ശ്രദ്ധിക്കുക. Ismail sir, I mean, we would like to know this BIS hallmarking. Who actually does this? Does it come under the central government? And I'm curious to know about where Kerala stands in this. As in, like, Kerala is one extended large rural state, or you can say large urban. There's a new word now that's been coined. So, is there less of acceptance to hallmarking in the rural areas compared to the urban areas? That's one thing. Second thing, how does Kerala fare? I mean, are we better off compared to other states in acceptance of these standards and hallmarking? And can you throw some light on that? Yeah, great. We have Bureau of Indian Standards is a statutory body under Bureau of Indian Standards Act, under Ministry of Consumer Affairs, Food and Public Distribution. Under this is an autonomous body, we are working under that. It's a BIS. Coming to that gold ornament in Kerala, Kerala is top in many fields, not only education, in gold also. The first hallmarking license are granted in Kerala, then imagine. Yeah. Urban, semi-urban, rural, whatever it be, the literacy level is very high, the awareness is very high, acceptance is the highest in India. I mean, all the states. Till recent time, as a single state, we are the toppest. Number of jewelers licensed, 5,000 plus. Then assaying centers, how many are assaying, do the testing and marking, highest in India. Recently, Maharashtra has taken over. Okay. Yeah, we are the highest. Still, we are at the top only. Yeah, and good acceptance by size is very big, right? Much compared to Kerala, it's a much bigger state. Comparing to that size and land size, population, if you compare that ratio, we are the top. We are the top. No doubt in that, we are the top.
and the awareness is very high. People are looking for that. Yeah, okay. That's a very positive in Kerala. In many places that even semi-urban, rural, No. they are vulnerable. Okay. Here it's not that easy. Yeah, to that level it is a great impact. Still we are the top layer. Kerala is topest in the acceptance is very high. Okay. Yeah, even then we are promoting the awareness, reach out to the people and educate them. Okay. Yeah. Thank you. This question will come to all of you. So this is a concluding question. I'll say in Malayalam, I think you will definitely understand, sir. If in case you don't get it, you can ask me. So gold as an investment, when you look at it, on all these years, all these times, there have been lot of positive factors. അതായത് ഒരുപാട് പോസിറ്റീവായിട്ട് ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് പറയാനാണെങ്കിൽ നമുക്ക് റുപ്പി ഡിവാലുവേഷൻ അഗെയിൻസ്റ്റ് ദ ഡോളർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ആഭരണം എന്നുള്ള ആ ഒരു ജനറലി അതിനോടുള്ള ഒരു കമ്പം, ആ ഒരു കൾച്ചർ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് പണ്ടൊന്നും നമുക്ക് ഇല്ല. അപ്പോൾ അന്ന് നമുക്ക് സ്വർണം എന്ന് പറയുന്നത് ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള നില തന്നെ ആയിരുന്നു. ഒരു യുദ്ധം വന്നാലും എനിക്ക് ഇവിടെ നിന്ന് എൻ്റെ വീട് പൂട്ടി ഇറങ്ങണമെങ്കിൽ എൻ്റെ ബാഗിൽ എനിക്കിത് കൊണ്ടുപോവാം. ഇതൊക്കെ നമുക്ക് അന്ന് ഒരു കാലത്ത് എന്തായാലും മനസ്സിലുള്ള ഒരു കാര്യങ്ങളാണ്. വേറെ ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ സ്വർണം ബാഗിലിട്ട് കൊണ്ടുപോയി ആ സ്വത്ത് എൻ്റെ കയ്യിൽ ഉണ്ടാവും, അല്ലേ? ആൻഡ് ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സാർ പറഞ്ഞ പോലെ US സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും നമുക്ക് പണപ്പെരുപ്പത്തെ മറികടക്കുന്ന റിട്ടേൺസ്, ഇൻഫ്ലേഷൻ ബീറ്റിംഗ് റിട്ടേൺസ് നമുക്ക് സ്വർണത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മറുവശത്ത് നോക്കുകയാണെങ്കിൽ ഇനി മുന്നോട്ട്, ഐ എം ജസ്റ്റ് ഗിവിങ് സം തോട്ട്സ്. റുപ്പി ഡീവാലുവേഷൻ ഇനി മുന്നോട്ട് ഇങ്ങനെ ഉണ്ടാവണമെന്നില്ല എന്ന് മാത്രമല്ല, റുപ്പി അപ്രീസിയേഷൻ ഇസ് എ പോസിബിലിറ്റി. ഐ എം ജസ്റ്റ് സെയിങ് പോസിബിലിറ്റി. നമുക്ക് ആർക്കും വലിയ ഉറപ്പൊന്നും പറയാൻ പറ്റില്ലല്ലോ. യങ്ങർ ജനറേഷൻ്റെ ഒരു ആഭരണത്തോടുള്ള ചോയ്സസ് ആർ ചേഞ്ചിങ്, അല്ലേ? പലരും വളരെ ഹെവി ആയിട്ടുള്ള ജ്വല്ലറി ഇടാനോ അങ്ങനെയൊന്നും വലിയ, ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾ ദേ ബിലീവ് ഇൻ ട്രാവലിംഗ് ലൈറ്റ്, സിമ്പിൾ, അങ്ങനെ പൊതുവേ അങ്ങനെയാണ് കാണാറ്. ഓഫ് കോഴ്സ് ദർ മേ ബി എക്സെപ്ഷൻസ്. ഒരുപാട് ഡിജിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്കിന്ന് പണ്ടത്തെക്കാൾ ഇന്ന് അവൈലബിൾ ആണ്. പിന്നെ എല്ലാത്തിലും ഉപരി മിസ്റ്റർ വാറൻ ബഫറ്റ് പറഞ്ഞ പോലെ സ്വർണം, നമ്മൾ എത്ര വാല്യൂ ഉള്ള സ്വർണം കുമിച്ചു വെച്ചാലും അതിൽ നിന്നൊന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇറ്റ്സ് എൻ അൺപ്രൊഡക്റ്റീവ് അസറ്റ്. നമ്മൾ ഈ പൈസ ഒരു ഭൂമിയിലാണ് ഇട്ടെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും വി ക്യാൻ ഗ്രോ സംതിങ്, വി ക്യാൻ ബിൽഡ് സംതിങ്. അങ്ങനെ പലതും ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാം. സ്വർണ്ണത്തിൽ ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു ഭാഗത്തെ ആർഗ്യുമെൻ്റ് ആണ്. അപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് ഒരു നിക്ഷേപം എന്നുള്ള നിലയ്ക്ക് സ്വർണത്തിൻ്റെ തിളക്കം കൂടുമോ കുറയുമോ എങ്കിൽ, whichever side your point is, why do you feel that? ഞാൻ നേരത്തെ പറഞ്ഞു ലാസ്റ്റ് 30 ഇയേഴ്സിലെ റിട്ടേൺ ഇന്ത്യയിലെ 8%. ലുക്കിംഗ് അഹെഡ് എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം US ഇൻഫ്ലേഷൻ. 2008 ക്രൈസിസിൽ അവിടുത്തെ കറൻസിയുടെ സർക്കുലേഷൻ വാസ് ഓൺലി ഇൻ $1.58 trillion. Now what you know? It is $8.4 trillion, a currency circulation. So there is a big threat of inflation, not only in the Eurozone, everywhere. And you know, most of the major economies are not doing well. Out of total 16 major economies, including India, only 2 economies are doing well, which out of these 2, India is one. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ what is going to be the next 2 years, 3 years, etc.? Definitely, investment in gold will give you a good return. ഇങ്ങനെ നോക്കിയാൽ ഒരു ഇക്കണോമിസ്റ്റിൻ്റെ ഇതല്ലേ. ഇനി ഏത് തരത്തിൽ വേണമെന്ന് നോക്കിയാൽ ഐഡിയലി ഇറ്റ് കുഡ് ബി ഇൻ ദ ഡിജിറ്റൽ ഫോം. Why? Because not only you are gaining a hedge against inflation, but above that you have the return, plus whatever is the interest of it. Plus, as Dinesh has said, ഇതിൽ ഈ ഫിസിക്കൽ ഗോൾഡിൽ കൊടുക്കേണ്ട മേക്കിംഗ് ചാർജ് ഒന്നും ഇവിടെ കൊടുക്കേണ്ട, ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ്റെ ആംഗിളിലാണ്. ബട്ട് അത് പറയുമ്പോൾ തന്നെ as he has said, in Kerala has 5,000 licensed jewelers, this is what I heard, and so many hallmarking centers. ഇത് പറയുമ്പോൾ മൈ എക്സ്പീരിയൻസ്, ബിക്കോസ്
We are operating everywhere in India, including Andamans. Uttara, what you told is correct, because new wealth management industry I recommend as a hedge 5 to 10% of portfolio gold asset allocation is a key fact. Yes. If you are taking any of asset classes, if it is an aggressive or a conservative or a moderate, we allocate some portion of the allocation to gold, because if you take any, like Nadoma sir told, almost 8 to 10% yield as gold given, and inflation, if you are taking the peak, is something close to 5 to 6%. It has beaten the inflation, and so we recommended should be invested to the allocated some money to the gold as a hedge portfolio. Any of the situations for the next maybe 5 to 10 years, a long time, we can able to invest in the gold as a hedge portfolio. മാം പറഞ്ഞത് എന്നോട് യോജിക്കുന്നു. പക്ഷെ നമ്മൾ ഈ ഗോൾഡിൻ്റെ കാര്യത്തിൽ അത് ഓർണമെൻറ്റ്സ് മാത്രം എന്നുള്ള രീതിയിൽ കാണുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു വലിയ ഒരു ഇതുണ്ട്, വലിയൊരു സ്കോപ്പുണ്ട്. അതായത് ആക്ച്വലി ഡോളറിൻ്റെയൊക്കെ ഒരു ഇത് വരുന്നതിന് മുമ്പ് ഗോൾഡ് തന്നെയായിരുന്നു ഇൻ്റർനാഷണൽ ലെവലിൽ ട്രാൻസാക്ഷനുള്ള ഒരു കറൻസിയുടെ റോൾ ഉണ്ടായിരുന്നു. ഈവൻ നമുക്കറിയാം കൊളോണിയലിസം പോലും വന്നത് എങ്ങനെയാണ്, മർക്കൻറ്റലിസം എന്ന് പറഞ്ഞിട്ട് രാജ്യങ്ങൾ അവരുടെ ഗോൾഡ് സേവിങ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ ഏഷ്യയിലും മറ്റേ ഈസ്റ്റ് ഏഷ്യയിലും ഒക്കെ ആധിപത്യത്തിന് ശ്രമിച്ചത്. കാര്യം അവിടുന്ന് തന്നെ ടാക്സായിട്ട് കിട്ടുന്ന എമൗണ്ട് കൊണ്ട് തന്നെ അവിടുന്ന് കോട്ടൺ അല്ലെങ്കിൽ സ്പൈസസ് സോഴ്സ് ചെയ്യുക. അപ്പോൾ അവരുടെ രാജ്യത്തുള്ള ഗോൾഡ് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ഗോൾഡ് എന്തുമാതിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിരുന്നു. അതായത് അതാത് രാജ്യങ്ങൾ അവരുടെ ഗോൾഡ് അവിടെ തന്നെ സേവ് ചെയ്യുക എന്നുള്ള ഒരു വ്യൂ പോയിന്റിലാണ് പോയത്. ഇതേ സിറ്റുവേഷൻ നമുക്കിപ്പോൾ നോക്കി അറിയാം. ഈ വേൾഡിൽ ഉള്ള ഒരു ടർബുലൻറ്റ് സിറ്റുവേഷൻ, ഇപ്പോൾ റഷ്യ ഉക്രൈൻ വാർ, അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ പെട്രോളിയം ഡ്രൈ അപ്പ് ആകുമ്പോൾ പെട്രോളിയം ബോണ്ടുകളാണ് ശരിക്കും ഡോളറിൻ്റെ സ്റ്റെബിലിറ്റി നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചർ കോഴ്സിൽ വരുമ്പം ഈ നമ്മളിപ്പോൾ പറഞ്ഞ ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഹാർഡ് കറൻസി ആയിട്ടുള്ള എഫക്റ്റ് തന്നെ ഗോൾഡിനും വരും. അപ്പോൾ ഫ്യൂച്ചർ ഓപ്ഷൻ ഗോൾഡ് ആസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ എനിക്ക് തോന്നുന്നു വലിയൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ആയിരിക്കും ഫോർ പേഴ്സൺ, ഫാമിലി ആൻഡ് ഈവൻ ടു നേഷൻ സ്റ്റേറ്റ്സ്. ഗോൾഡ് ഒരു സ്റ്റെബിലിറ്റി ഓഫർ ചെയ്യുമെന്നാണ് തോന്നുന്നത്. The caption says gold from a fashion statement to investment. That is happening now. Earlier, that's particular consumer side, only the jewelry was the matter. It was well received. Not the bullion itself. You know, all varying from, I said, 20 carat and 22 carat, they were playing a big role in that. Recently, we have started certifying the bullions also. It's not mandatory because that market is not limited to the common consumers. It's only the jewelry is a big market. So when you say bullion, is it 995 purity? Yeah, right? yes. Okay. I comment that. Yeah. The finest will be 990, 995 and 999 also. 999. Okay. That means this fine gold and standard gold is the 995, 99.5%. Purity. Fine gold is 99.9%. Now there's a good reception for that also. People started buying. A small shift is happening now, started happening now. Yes. The purchase on the retail side and say consumer side, people started along with the jewelry for investment purpose, the coins, biscuits like that. Earlier was a bit limited, started picking up now. That's the thing. There also we are certifying it. Even the bullion, that's coming under ISI mark. The other thing is our jewelry are coming under hallmarking mark. This is a difference in that, yeah. So the investors are maturing. Yeah, they really, are understanding where the value is. Yes. No, not the word simply maturing. They are tuning to the Yes. other economical dynamics. Correct. That part. Yes. Yes. They feel that gold remains as a immunity on inflation. Yes. To that, so the shift is there. We start feeling it is. Yes. Thank you so much, sir. Now, നമുക്ക് കുറച്ച് ഓഡിയൻസിന്ന് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ എടുക്കാം. ഇത്രയും സംസാരിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ആരോടാണ് ഈ ചോദ്യം എന്നും കൂടെ പറഞ്ഞാൽ നന്നായിരുന്നു. ഇത്രയും കാര്യങ്ങളെല്ലാം വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. പക്ഷെ ഇതിൽ ടച്ച് ചെയ്യാത്തൊരു പോയിന്റ് ഉണ്ട്. നമ്മൾ ഗോൾഡ് വാങ്ങുന്നതിനെ കുറിച്ചും നമ്മൾ അല്ലെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അതർ ഒരു സ്റ്റൈൽ ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓക്കെ, നമ്മൾ ടച്ച് ചെയ്യാത്തൊരു പോയിന്റ് ഉണ്ട്. ഇതിൻ്റെ ഒരു ഇൻകം ടാക്സ് പാർട്ട്. ഇപ്പോൾ ഹൗ മച്ച് ഗോൾഡ് നമുക്ക് എത്ര നമുക്ക് സൂക്ഷിക്കാം, എന്തെല്ലാം ചെയ്യാം, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു ആ ഒരു പോയിന്റ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ കൊള്ളായിരുന്നു. അതെ,
If any of you can take that question. ഒരാൾക്ക് എത്ര ഗോൾഡ് സൂക്ഷിക്കാം, ഏത് ലെവലിന് മേലെയാണ് അതിന് എത്ര ടാക്സ് ആണ് കൊടുക്കേണ്ടി വരിക എന്നുള്ളതാണ് ചോദ്യം. നോർമലി നമുക്ക് ഈ ഗോൾഡിന്റെ ട്രാൻസാക്ഷൻസ് നടക്കുന്ന അവസരത്തിൽ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആണ് അതിന് വരുന്നത്. അത് പിന്നെ പർച്ചേസ് കഴിഞ്ഞിട്ട് 2 വർഷത്തിന് മേലെ ഹോൾഡ് ചെയ്ത് 3 ഇയേഴ്സിനകത്താണ് ഗോൾഡ് 3 ഇയേഴ്സ് ആണ്, സോറി, നോർമൽ ഇൻകം ടാക്സ് റേറ്റിനനുസരിച്ചുള്ള അതാണ് നൽകേണ്ടത്. ഈ 3 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ളത് മാത്രമാണ് ലോങ് ടൈം വെൽത്ത് ഗെയിൻ എന്നുള്ള രീതിയിൽ അതിൽ ഇൻഡെക്സേഷൻ 20% എന്ന് പറയുന്നെങ്കിലും അതിൽ വളരെ കുറച്ച് എമൗണ്ടേ വരുള്ളൂ. ഇതല്ലാതെ മറ്റൊരു ടാക്സേഷൻ ഇല്ല. പിന്നെ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള GST മാത്രമേ. SGBയിലെ ഇൻവെസ്റ്റ്മെന്റ്സ് പെർ ഇൻഡിവിജ്വൽ 4 kg ആണ് per year. If it is a trust ആണെങ്കിൽ 20 kg വരെ പാവും. മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാം എന്നാണ് ഉദ്ദേശിച്ചത്. സോവറിൻ ഗോൾഡ് ബോണ്ടിൽ ഒരു ഇൻഡിവിജ്വലിന് 4 കിലോ വില വാങ്ങാം. അത് 8 വർഷം വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം. റിസർവ് ബാങ്കിന് എപ്പോൾ തിരിച്ചു കൊടുത്താലും 5 വർഷത്തിന് ശേഷം റിസർവ് ബാങ്ക് ബൈബാക്ക് ചെയ്യും. അതിന് ക്യാപിറ്റൽ ഗെയിൻ ഇല്ല, ടാക്സ് ഫ്രീ ആണ്. കിട്ടുന്ന ഇൻട്രസ്റ്റ് ടാക്സബിൾ ആണ്. ഇൻട്രസ്റ്റ് 2.5% സെമി ആനുവലി കിട്ടുന്നത് ടാക്സബിൾ ആണ്. അതല്ലാതെ ഇപ്പൊ അവർ ചോദിച്ചത് ഒരു ചോദ്യത്തിൽ എത്ര ഒരാൾക്ക് ഹോൾഡ് ചെയ്യാം, ഫിസിക്കൽ ഗോൾഡ് ലീഗലി ഒരാൾക്ക് എത്ര ഹോൾഡ് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? കണ്ടിട്ടില്ല. ബട്ട് ഫിസിക്കൽ ഗോൾഡ് ഉള്ളത് നമുക്ക് അവരുടെ ഒരു അസറ്റിലേക്ക് വരും. അതിൻ്റെ അകത്ത് വെൽത്ത് ടാക്സിൽ വരാം ഫിസിക്കൽ ഗോൾഡ് ആണെങ്കിൽ. ബട്ട് ഡിജിറ്റൽ ഗോൾഡ് വെൽത്ത് ടാക്സിൽ വരില്ല. അതിന്റെ ലിമിറ്റേഷൻ എനിക്കറിയില്ല എത്രയാണെന്നുള്ളത്. Considers the wealth. It is a 500 gram for a married woman. 500 grams for a married woman. Married woman. 250 gram for unmarried. 250 grams for unmarried. 100 gram for male. 100 grams for males. അതാണ് 500, 250 and 100. അതാണ്. അതിന് മേലെ ഉള്ളതിന് നിങ്ങൾക്ക് വെൽത്ത് ടാക്സ് ഈസ് അപ്ലിക്കബിൾ അല്ലേ? ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കും. യെസ്. ഇനി അതർ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ റുപ്പിക്ക് ഈ ഒരു ഡിപ്രീസിയേഷൻ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഗോൾഡ് ഒരു നഷ്ടമല്ലേ? ഇപ്പോൾ ലാസ്റ്റ് 10 years എടുത്തു കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് $1,800 നിന്ന് മൂവ് ചെയ്ത് 1,050 വരെ താഴെ പോയി, 2,100 വരെ പോയി, ഇന്ന് 1,800 എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആവറേജ് റിട്ടേൺ നമ്മൾ നോക്കിയാൽ 7 to 8% ഈൽഡ് ഡോളർ റിട്ടേൺസിൽ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ബീറ്റ് ദ ഇൻഫ്ലേഷൻ. പക്ഷേ ഇന്ത്യയിൽ അതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഡോളറിന് അഗൻസ്റ്റ് INR വീക്കൻ ആയി കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ മോർ റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഗോൾഡ് ഒരു ഇപ്പം നമ്മൾ എനിവെയർ ദ വേൾഡ്, ഇപ്പം നമുക്ക് ഫിസിക്കൽ ഗോൾഡ് ആണെങ്കിലും ഡിജിറ്റൽ ഗോൾഡ് ആണെങ്കിലും എവിടെ ചെന്നാലും എനി കൺട്രിയിലും പ്രൈസ് ഉണ്ട്. ഇപ്പം ഇന്ത്യൻ റുപ്പി UAE പോയി കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും പ്രൈസ്, US പോയി കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും, UK ഡിഫറെൻ്റ് ആയിരിക്കും. ബട്ട് ഗോൾഡിന് ഇൻ്റർനാഷണൽ ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ഇഫ് ഇറ്റ് ഈസ് എ ബേസ്ഡ് ഓൺ 99.99 ആണെങ്കിൽ ആ പ്രൈസ് അക്രോസ് ദ വേൾഡ് വൺ പ്രൈസ് ആയിരിക്കും. ദിനേശ് പറഞ്ഞത് 10 വർഷം മുമ്പ് ഇന്റർനാഷണൽ ഗോൾഡ് പ്രൈസ് ഇന്നുള്ളത് അതേ ലെവലിലായിരുന്നു. അപ്പോൾ അന്ന് ഗോൾഡ് വാങ്ങിയ ഒരാൾക്ക് ഇന്ന് ഡോളർ ടേംസിൽ വെച്ച് നോക്കിയാൽ റിട്ടേൺസ് ഇല്ല. പക്ഷേ അന്ന് രൂപ കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിയത്. അന്ന് 43 രൂപ കൊടുത്താൽ സ്വർണ്ണം $1 കിട്ടുമായിരുന്നു, $1 കിട്ടുമായിരുന്നു. ഇന്ന് 82 രൂപ കൊടുത്താൽ $1 കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇത്രയധികം കൂടിയത്. ശരിയാണ്. പക്ഷെ ആ പോയിന്റ് അല്ലാതെ ദിനേശ് പറഞ്ഞത് താഴെ വന്ന് ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ഡോളർ ടേംസിലും റിട്ടേൺസ് തന്നിട്ടുണ്ട്, റുപ്പി ടേംസിൽ കൂടുതൽ റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. Am I right? Yes. That's what you are trying to say, right? Okay. I have a doubt whether some alteration, whether it can be done by the jewelers. You are marking somewhere, and it is not every ornament is not marked, is not. No, all the ornaments must be marked. Anything more than 2 gram in weight it will be marked. Are marked. Yes. I had a doubt whether you are marking someplace and they can add something else. No. That means we don't search for particular jewelry. Any authorized jewelry is will sell us yes, good so item. only that app gives the detail. Yeah. You can compare with that. Yes. It must tally with the item sold. Yeah. ഗോൾഡ് നമ്മൾ വാങ്ങിച്ച ഒരു ഇൻവെസ്റ്റ്മെൻ്റാന്ന് പറയുന്നത്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് നോക്കി കഴിയുമ്പം പണ്ടൊക്കെ ഉണ്ടായിരുന്ന ധാരണ ഗോൾഡ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അതിനെ എടുത്ത് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതായിരുന്നു. ആദ്യകാലത്തിൽ ഒരു 10, 30, 40 കൊല്ലം മുമ്പൊക്കെ ഉള്ള കാലത്തിൽ ഗോൾഡ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ആ ഗോൾഡിനെ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു തിയറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഞാൻ നോക്കിയിട്ട് ഈ ഗോൾഡ് നമ്മൾ ഓർണമെൻ്റ് ആയിട്ടാണല്ലോ കിട്ടുന്നത്. ഞങ്ങളാരും ഗോൾഡിൻ്റെ കട്ടിയില്ല മേടിച്ച് വെക്കുന്നത്, ബിസ്ക്കറ്റൊന്നും അല്ല മേടിച്ച് വെക്കുന്നത്. അപ്പം
ഇത് നമുക്ക് ഓർണമെൻ്റ് ഉണ്ടെങ്കിൽ ആ ഓർണമെൻറ്റ് കൊടുക്കാൻ നേരത്ത് ഇതിൻ്റെ പണിക്കുറവ് അത് ഇത് പിന്നെ അതിനകത്തുള്ള മിക്സിങ് ജോയിൻസ് അതിനെല്ലാം കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഭീമമായിട്ട് നഷ്ടം വരുന്നുണ്ട്. എസ്പെഷ്യലി എക്സ്ചേഞ്ച് അതിനകത്ത് വളരെ നഷ്ടം വരുന്നുണ്ട്. അപ്പം നമുക്ക് ആ രീതിയിൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു സാധാരണ ആളുകൾക്ക് പറ്റിയതാണോ? പണ്ടത്തെ സാർ പറഞ്ഞ പോലെ ഓർണമെൻറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും, മേക്കിംഗ് ചാർജ് ചെയ്യും, ഒരു തവണ അത് മാറി മേടിക്കാൻ പോകുമ്പോൾ അതിന് മേക്കിംഗ് ചാർജസ് വരും. പക്ഷേ ഡിജിറ്റൽ ഗോൾഡിൽ ആ ചാർജസ് ഇല്ല. സാറിന് ഇപ്പോൾ ഡിജിറ്റൽ ഗോൾഡായിട്ട് ഗോൾഡ് ബോണ്ട്സ് ഉണ്ട്, ETFs എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, SGBയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, സോവറിൻ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ദർ ഈസ് നോ ചാർജസ് ഓൺ ദാറ്റ്. എൻ്റെ ഗോൾഡ് പ്രൈസ് ഫിസിക്കൽ ഗോൾഡ് വാങ്ങുകയാണെങ്കിൽ ബുള്ളിയൻ ആസ് ഹി സെഡ് അതിന് ഒരു BS ഹോൾമാർക്കിംഗ് ഉണ്ടെന്ന് പറയുന്നത്. കോസ്റ്റ് കുറയ്ക്കാനായിട്ട് ഫിസിക്കൽ ഗോൾഡിലും ഓപ്ഷൻസ് ഉണ്ട്, ഡിജിറ്റൽ ഗോൾഡിലും ഓപ്ഷൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ജ്വല്ലറിയിൽ വരുമ്പോൾ അതിന്റെ കോസ്റ്റ് കൂടുതൽ തന്നെ ചെയ്യുമല്ലോ, അത് സംശയമൊന്നുമില്ല. പണ്ടാവുമ്പോൾ നമുക്ക് ഈ 916 ഹോൾമാർക്ക് ഇതൊന്നും ഇല്ലല്ലോ അന്നൊന്നും. അതിപ്പോ ഇന്ന് വിൽക്കുമ്പോൾ ഒരു നഷ്ടം. ജ്വല്ലറിയിലാണെങ്കിൽ 916 ഹോൾമാർക്ക് ഇല്ലാത്ത സാധനം ട്രേഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സാറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ 916ൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഇമ്മീഡിയറ്റ്ലി മേക്ക് എ കോൾ. They will take an action. Yeah. Sir, just one doubt. Long back somebody told me, if you give 200 pieces for hallmarking, they might check some randomly and then do hallmarking. Not all pieces are hallmarked. Yeah, I explained that. Yeah. It is made as a lot. Okay. The lot may vary from just a few 100 grams to many kilograms also. There, this assay method is fire assay method. That means we have to cut that ornament. We cannot cut all the ornaments and do the testing and finally it becomes a bunch of pieces. That should not be. The entire process goes around sampling process. We take the samples from various ornaments and various portions, particularly in the soldering portion. That has a scrap and taken. The care is taken that the overall look is not affected. Then we cut a piece also. In some of the ornaments we cut a piece. Then finally we make one composite sample. From that we make 2 determinations. Okay. Then only it is assayed. It is, can you mark up this carriage or not? Yeah. So much is done. It has to be done by sampling only. Sampling only. We cannot cut every piece. You can't put fire on all the But we check on the XRF machine. The XRF machine, that overall what is there. Okay, just to classify which carriage it is. But final testing is done through the fire assay only. Yeah. That is the only proven method.